ഇനി നമുക്ക് നാഗവല്ലിയുടെ തെക്കിനി കാണാൻ പോയാലോ? മണിച്ചിത്രത്താഴ് മൂവിയുടെ ഒരു മെയിൻ ലൊക്കേഷൻ തമിഴ്നാട്ടിലെ കന്യാകുമാരി ജില്ലയിലാണ് പത്മനാഭപുരം പാലസ് ഉള്ളത്. ഇന്ന് നമുക്ക് ബാക്കി ഭാഗങ്ങളൊക്കെ ചിത്രീകരിച്ച പത്മനാഭപുരം പാലസ് ഒന്ന് കാണാം. ഇത് തമിഴ്നാട്ടിലാണ് സ്ഥിതി ചെയ്യുന്നെങ്കിലും കേരള ഗവൺമെന്റിന്റെ അണ്ടറിലാണ് വർക്ക് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഈ ഗോവണിപ്പടികൾ കണ്ടിട്ട് നല്ല പരിചയം തോന്നുന്നുണ്ടോ? ഇതാണ് സംഗതി. ഈ ഒരു പാലസിന്റെ നിർമ്മാണം സ്റ്റാർട്ട് ചെയ്തത് അത് തിരുവിതാംകൂർ ഭരിച്ചിരുന്ന ഇരവിപ്പിള്ള ഇരവിവർമ്മ കുലശേഖര പെരുമാളാണ് തുടക്കമിട്ടിട്ടുണ്ടായിരുന്നത്. രക്ഷപ്പെടുത്താൻ വേണ്ടി ഓടുന്നതുമായിട്ടുള്ള ഒരു രംഗമാണ് മണിച്ചിത്രത്താഴിലൂടെ ചിത്രീകരിച്ചിരിക്കുന്നത്. പാലസിന്റെ ഒരു ഊമുറിയാണ് ഈ കാണുന്നത്. ഒരുപാട് പേർക്ക് അറ്റ് എ ടൈം വിളമ്പാനും ഭക്ഷണം കൊടുക്കാനും ഒക്കെ സാധിച്ചിരുന്ന ഒരു വലിയ സ്പേസ് ആണിത്. ഇതും നമ്മുടെ മണിച്ചിത്രത്താഴ് മൂവിയിൽ വന്നിട്ടുണ്ട്. ഒരു മുറി ബന്ധ പാട്ടിന്റെ തുടക്ക ഭാഗമാണ് കേട്ടോ ഈ ചിത്രീകരിച്ചിട്ടുള്ളത്. ശരിക്കും പറഞ്ഞാൽ കേരളത്തിന്റെ തനതായ വാസ്തുവിദ്യയുടെ ഒരു അതിമനോഹരമായിട്ടുള്ള ഉദാഹരണമാണ് പത്മനാഭപുരം കൊട്ടാരം. 6 ഏക്കറോളം വരുന്ന ഈ കൊട്ടാര വളപ്പ് വല്ലി ഹിൽസിന്റെ താഴ്വരയിലാണ് സ്ഥിതി ചെയ്യുന്നത്. 1741 കുളച്ചിൽ യുദ്ധത്തിന് ശേഷം മാർത്താണ്ഡവർമ്മ രാജാവ് ഈ കൊട്ടാരം ഇപ്പൊ കാണുന്ന രീതിയിൽ പുതുക്കി പണിതിട്ടുള്ളത്. മണിച്ചിത്രത്താഴിലേക്ക് വരികയാണെങ്കിൽ ഈ ഒരു സ്ഥലം നമുക്ക് വളരെ സുപരിചിതമായിട്ടുള്ള ഒരു ലൊക്കേഷനാണ്. ഇന്നസെന്റിന്റെ ഈ ഐക്കോണിക് സീൻ നമ്മൾ ഒരിക്കലും മറക്കാൻ പോകുന്നില്ല. അത് ചിത്രീകരിച്ചിട്ടുള്ള ഈ ഇടനാഴിയിലൂടെയൊക്കെ നടക്കുമ്പോൾ എനിക്ക് സത്യത്തിൽ ഒരുപാട് ഇഷ്ടമാണ്. നമ്മൾ സിനിമയിൽ കണ്ട ലൊക്കേഷൻ വീണ്ടും കാണുക, ആ സ്ഥലം തിരിച്ചറിയുക എന്നൊക്കെ പറയുന്നത്. നമ്മൾ തെരഞ്ഞു നടന്ന സ്ഥലമാണ് ഈ അല്ലി ഓടിക്കൊണ്ട് നടന്ന ഈ ഒരു കോറിഡോർ. അത് നമുക്ക് ഇതേ സ്ഥലമാണെന്ന് ലൊക്കേറ്റ് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ട്. നമ്മുടെ സുധീഷേട്ടൻ പോക്കറ്റില് ചിലങ്കയിട്ട് ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഇതാണ് രാജാവിന്റെ റൂമായിട്ടുള്ളത്. മെയിൻ കൊത്തുപണികളൊക്കെ കാണുമ്പോൾ തന്നെ നമുക്കത് അറിയാൻ പറ്റും. അതുപോലെ രാജാവ് കിടന്ന കട്ടിലിനുകൊണ്ട് ഒരു പ്രത്യേകത 64 ഔഷധ മരങ്ങൾ ചേർത്ത് കുത്തിയെടുത്തതാണ് അത്ര അത്. കൊട്ടാരത്തില് ഒരുപാട് മുറികളിൽ ഇത്തരത്തിലുള്ള ബാത്റൂംസ് കാണാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു. നമ്മളിപ്പോ ഈ നിൽക്കുന്നതിന്റെ താഴെയായിട്ടാണ് ഇവിടുത്തെ നവരാത്രി മണ്ഡപം ഉള്ളത്. അതൊരുപാട് പ്രത്യേകത ഉള്ളൊരു സ്ഥലമാണ്. നമുക്ക് എന്തായാലും നേരിട്ടത് കാണുമ്പോൾ എന്താന്നുള്ളത് മനസ്സിലാവും. ഈ കൊട്ടാരത്തിന്റെ മുക്കിലും മൂലയിലും വരെ ഈ കേരള സ്റ്റൈൽ ഓഫ് ആർക്കിടെക്ചറിന്റെ ഭംഗി എഴുതി വെച്ചിട്ടുണ്ട്. അതാണ് തിരുവിതാംകൂർ രാജവംശത്തിന്റെ കൊട്ടാരങ്ങളുടെ പ്രത്യേകത. ഈ ഒരു നൃത്തമണ്ഡപം കണ്ടാൽ തന്നെ നമുക്കറിയാം എത്രയധികം പണിയെടുത്തിട്ടുണ്ട് ഇങ്ങനെ കൊട്ടാരം പണി കഴിപ്പിക്കാൻ എന്നുള്ളത്. അപ്പോൾ അന്നത്തെ ആ ഒരു കലയുടെ ഒരു മാഹാത്മ്യം ഈ ഒരു കൊട്ടാരത്തിൽ എഴുതി വെച്ചിരിക്കുന്നതെന്ന് തന്നെ പറയാം. അത്രയും ഭംഗിയുള്ള ഒരു കൊട്ടാരമാണ് പത്മനാഭപുരം കൊട്ടാരം. സായിക്കൊട്ടാരം കഴിഞ്ഞ് അറ്റാച്ച്ഡ് ആയിട്ട് തന്നെ നമുക്ക് നേരിട്ട് നടന്നു വരാൻ സാധിക്കുന്ന രീതിയിലാണ് ഇവിടുത്തെ ആയുധശാലയുള്ളത്. ഈ ആയുധശാലയുടെ റൂമുകളുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവയ്ക്കൊന്നും ജനലില്ല. ഇടയ്ക്കിടയ്ക്ക് വാതിലുകളുള്ള ഒറ്റ നീണ്ട ഹോളാണ്. ഈ ഒരു ഭാഗത്തോട് ചേർന്ന് തന്നെ ഒരു വാച്ച് ടവറും നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഈ കൊട്ടാരം
കൊട്ടാരത്തിലെ ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് പുറത്തു നിന്ന് വരുന്ന വിദേശികളായ ഗസ്റ്റുകൾക്ക് താമസിക്കാനുള്ള ഒരു പോർഷനാണ്. അതുകൊണ്ട് തന്നെ വാസ്തു വിദ്യയിൽ വളരെ ഒരു വ്യത്യാസം ഇവിടുന്ന് അങ്ങോട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. വളരെ നീളം കൂടിയ ജനലുകളും വാതിലുകളും വീതിയും നീളവും ഉള്ള ഒരുപാട് വെളിച്ചം കടക്കുന്ന രീതിക്കുള്ള റൂംസ് ആണ് ഇനി അങ്ങോട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഇപ്പൊ ഈ ഒരു ഭാഗത്ത് നിന്ന് പുറത്തെ മെയിൻ വഴിയിലേക്കുള്ള എൻട്രൻസിലേക്കാണ് നമ്മൾ ഈ കാണുന്നത്. ഇവിടെ ഈ ഒരു പോർഷനിൽ നിന്നിട്ടാണ് രാജാവ് പുറത്തെ പ്രജകളെ അഭിമുഖീകരിച്ചിരുന്നത്. അപ്പോൾ ഇവിടെ വെച്ചിട്ടാണ് നമ്മുടെ വരുവാനില്ലായ്മ എന്ന് പറയുന്ന ആ ഒരു നൊസ്റ്റാൾജിക് സോങ്ങിൽ നമ്മുടെ ശോഭന ചേച്ചി പഴയ കാര്യങ്ങളെല്ലാം ഓർത്തിങ്ങനെ ജനലിൽ നോക്കിയിരിക്കുന്നത്, പുറത്തേക്ക് നോക്കിയിരിക്കുന്ന ഒരു സീനാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. വളരെ ചെറിയ സീൻസ് ആണ് എല്ലാം, പക്ഷേ ഓരോ ഭാഗത്തിനും കൊട്ടാരത്തിന് മുകളിലും വരെ എടുത്തിട്ടുണ്ട്. ഇനി അങ്ങോട്ടുള്ളതാണ് മണിച്ചിത്രത്താഴിലെ പ്രധാനപ്പെട്ട ലൊക്കേഷൻസ്. വരുവാനില്ലായ്മ എന്നുള്ള ആ സോങ്ങിൽ നകുലനും ഭംഗിയും കൂടി നടന്നു വരുന്ന ചെറിയൊരു ഷോട്ട് എടുത്തു. ഗംഗയിലെ നാഗവല്ലിനെ ആദ്യമായിട്ട് കണ്ട ശേഷം നകുലൻ ഡോക്ടർ സണ്ണിയായിട്ട് സംസാരിക്കുന്ന ഈ ഒരു സീനില് ഇത്രയും ആപ്റ്റായിട്ട് ഇത്ര നീളമുള്ള ഈ ഒരു ഇടനാഴി ചൂസ് ചെയ്തത് ശരിക്കും ഒരു ഡയറക്ടർ ബ്രില്യൻസ് തന്നെയല്ലേ. അങ്ങനെ പത്മനാഭപുര പാലസിന്റെ ബ്യൂട്ടിഫുൾ ആയ ഒരു ബാൽക്കണിയിലെത്തി. എന്ത് ഭംഗിയറിയോ ബാൽക്കണി കാണാൻ. അപ്പോൾ ഇവിടെ വെച്ചാണ് നമ്മുടെ ലാലേട്ടൻ എന്തുകൊണ്ടാണ് റോഡിൽ നിന്ന് നടന്നു വരുന്നത്. ലാലേട്ടൻ നകുലൻ മഹാദേവൻ. ലാലേട്ടൻ ഇവർ രണ്ടുപേർക്കും എങ്ങനെയാണ് വരുന്ന ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിയത് എന്ന് വിവരിച്ചു കൊടുക്കുന്ന ഒരു സീനാണ്. അപ്പൊ ദൂരം ഇവിടെ നിന്നിട്ടാണ് ശ്രീദേവി ഗംഗയ്ക്ക് വേണ്ടി എന്തൊക്കെ ചെയ്തു, ത്യാഗങ്ങൾ സഹിച്ചു ഒരുപാട് എന്നൊക്കെ സണ്ണി നകുലൻ മഹാദേവനും കൂടെ പറഞ്ഞു കൊടുക്കുകയാണ്. ഇനി ഗംഗയെ ഒരു രോഗിയാണ് അറിയിക്കരുത് എന്ന് കൂടി പറയുന്നുണ്ട് ആ സീനിൽ. ആ ഒരു സീൻ ചിത്രീകരിച്ചത് ഈ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബാൽക്കണിയിൽ വെച്ചിട്ടാണോ. ഇതും ഒരു ബാത്റൂമാണ്. ഇതൊരു അറ്റാച്ച്ഡ് ബാത്റൂമാണ്. വിദേശികളായ ഗസ്റ്റുകൾക്ക് ഉണ്ടാക്കിയതുകൊണ്ട് തന്നെ പാശ്ചാത്യ രീതിയിലുള്ള ഒരു നിർമ്മാണ ശൈലി നമുക്ക് ഈ ഒരു ബിൽഡിങ്ങിൽ നിറയെ കാണാനായിട്ട് സാധിക്കും. കുറെ കൂടെ വീതി കൂടിയിട്ടുള്ള ഗോവണിപ്പടികളും അതുപോലെ നീണ്ട വലിയ വീതി കൂടിയ ജനലുകളും വാതിലുകളും ഒക്കെ ഈ ഒരു ഭാഗത്തുണ്ട്. തൂണിനും പ്രത്യേകതകൾ കാണാനായിട്ടുണ്ട്. ഈ ഒരു സ്ഥലവും നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. ക്ലൈമാക്സിനോട് അടുത്ത് വരുന്ന മണിച്ചിത്രത്താഴ് മൂവിയുടെ സീന് ഈ ഒരു സ്ഥലത്താണ് ചിത്രീകരിച്ചിട്ടുള്ളത്. അവിടേക്ക് നിൽക്കുമ്പോൾ നാഗവല്ലി ആ പരിസരത്ത് എവിടെയോ ഉണ്ടെന്ന് തോന്നുന്ന രീതിയിലുള്ള ഒരു ഫീല് നമുക്ക് വരും കേട്ടോ. നമ്മൾ മലയാളികളുടെ ഉള്ളില് ഫ്രെയിം ബൈ ഫ്രെയിം ആയിട്ട് ഇത്രത്തോളം പതിഞ്ഞ മറ്റൊരു സിനിമ ഉണ്ടാവില്ല അല്ലെ. അപ്പൊ ഈ ഒരു സ്ഥലത്ത് നിൽക്കുമ്പോഴും എനിക്ക് ആ ഓരോ മൊമെന്റ്സും ആണ് ഓർമ്മ വരുന്നത്. ശരിക്കും പറഞ്ഞ ഒരു ഭയങ്കര ത്രില്ലിംഗ് ആയിട്ടൊരു എക്സ്പീരിയൻസ് തന്നെയാണ് കേട്ടോ ആ ചിത്രീകരിച്ച സ്ഥലത്തൊക്കെ ഇങ്ങനെ ചെന്ന് നിൽക്കുന്നത്. 18ാം നൂറ്റാണ്ടിലെ ഏകദേശം 1795 കൂടിയൊക്കെയാണ് തിരുവിതാംകൂർ രാജ്യത്തിന്റെ ക്യാപിറ്റലായിട്ട് തിരുവനന്തപുരം മാറുന്നത്. അപ്പൊ ആ സമയത്താണ് ഈ ഒരു കൊട്ടാരത്തിന് അതിന്റെ ഒരു പ്രാമുഖ്യം നഷ്ടപ്പെടുന്നതും ഇവിടെ നിന്ന് തിരുവനന്തപുരത്തേക്ക് രാജാവും സന്നാഹങ്ങളും ഒക്കെ മാറുന്നത്. അതിനുശേഷം ഇവിടെ ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തു പോവുകയാണ് ഉണ്ടായിട്ടുള്ളത്. സ്ഥിരമായിട്ടുള്ള ഒരു താമസം ഈ ഒരു കൊട്ടാരത്തിൽ പിന്നീട് ഉണ്ടായിട്ടില്ല. ഈ കൊട്ടാര സമുച്ചയത്തിലെ കുളത്തിന്റെ ഭാഗത്തേക്കാണ് ഇനി നമ്മൾ ഇവിടുന്ന് പോകുന്നത്. ഈ ഒരു ടൂർ ഇങ്ങനെ തന്നെയാണ് ലീഡ് ചെയ്യുന്നത്. നമ്മൾ ഇതേ ഓർഡറിൽ തന്നെയായിരിക്കും നമ്മൾ കാഴ്ചകളെല്ലാം കാണിക്കുന്നുണ്ടായിരിക്കാം. കുളത്തോട് ചേർന്ന് കുളപ്പുരയുണ്ട്. ഒരുപാട് സെക്ഷനിലായിട്ട് തന്നെ കുളപ്പുരയുണ്ട്. അതായത് ഒറ്റമുറിയുള്ള ഒരു ബിൽഡിംഗ് അല്ല, ഒരുപാട് മുറികളും ഒരുപാട് സൗകര്യങ്ങളുള്ള കുളപ്പുരയൊക്കെയാണ് ഇവിടെ ഉള്ളത്. നല്ല ക്ലിയർ ആയിട്ടുള്ള വെള്ളമാണ്, പക്ഷേ മെയിൻ്റനൻസിന്റെ കുറവ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഒരേ സമയം ഒത്തിരി പേര് നിന്ന് ഉപയോഗിച്ചിട്ടുള്ള സ്ഥലം ആയതുകൊണ്ടൊക്കെ ആയിരിക്കാം 2 നിലയിലായിട്ടുള്ള ഒരു കുളപ്പുരയാണ് ഈ കുളത്തോട് ചേർന്നിട്ടുള്ളത്. ഇതിനോട് ചേർന്ന് തന്നെയാണ് ഇവിടുത്തെ അടുക്കളയും വരുന്നത്. നമുക്ക് അടുക്കളയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാഴ്ചകളുണ്ട്. ഇങ്ങനെ കൽക്കെട്ടുകളുണ്ട്. ഇത് വെള്ളം ശേഖരിച്ചു വെക്കാനും പിന്നെ അതുപോലെ ഈ തരത്തിലുള്ള അടുപ്പുകള്, ഉരലുകള്, ഇതൊക്കെ നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. വളരെ പഴയ കാഴ്ചയാണ്. കാണുമ്പോൾ ഒരുപാട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാഴ്ചയുമാണ്.
എനിക്കറിയാം ഇവിടെ വെച്ചിട്ടാണ് ഒരു മുറി കൊണ്ട് പാത്ത എന്നുള്ള പാട്ട് ചിത്രീകരിച്ചിട്ടുള്ളത്. ആ നവരാത്രി മണ്ഡപമാണ് ഈ കാണുന്നത്. ശോഭന നാഗവല്ലിയായിട്ട് അങ്ങ് ആടി തീർത്ത ഈ ഒരു നവരാത്രി മണ്ഡപത്തിന്റെ കാഴ്ച അത് നമുക്ക് അവിസ്മരണീയമായിട്ടുള്ള ഒരു കാഴ്ചയാണ്. ഞാൻ സിനിമയിൽ കണ്ടപ്പം ഈ ഫ്ലോറിംഗ് ഒക്കെ അവർ എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ചെയ്തതായിരിക്കും എന്നാണ് കരുതിയത്. പക്ഷെ അല്ല, ഇപ്പോഴും ഇത്രയും തിളക്കമായിട്ടുള്ള രീതിയിൽ ഈ ഫ്ലോറിങ് നിലനിർത്തിയിട്ടുണ്ട്. എന്താ ഈ കാണുന്ന കിളിവാതിലൂടെയാണ് ഡോക്ടർ സണ്ണിയും നകുലനും ഒക്കെ ശോഭനയുടെ ഡാൻസ് കണ്ടിരിക്കുന്നത്. ആ ഒരു സ്ഥലത്തൊക്കെ എത്തി നിൽക്കുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ടൊരു സന്തോഷമൊക്കെ തോന്നി. ഈ സ്ഥലമൊക്കെ കണ്ട് ഇത് അവിടെയാണ്, ഇത് അങ്ങനെയല്ലേ എന്നൊക്കെ തിരിച്ചറിയാൻ പറ്റുന്നത് എനിക്ക് തോന്നുന്നു എല്ലാ മലയാളികളെ സംബന്ധിച്ചിട്ടും ഈ ഒരു കാഴ്ച ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള കാര്യം തന്നെയായിരിക്കും. തൊട്ടടുത്തായിട്ട് ഈ ആളുകൾക്ക് കാഴ്ച കണ്ടിരിക്കാനുള്ളൊരു നടവഴിയാണ് ഈ കാണുന്നത്. ഈ കൊട്ടാര സമുച്ചയത്തിന്റെ ഉള്ളിലുള്ള കാഴ്ചകളിലെ ഏറ്റവും അവസാനത്തേക്കുള്ള കാഴ്ച തന്നെയാണ് നവരാത്രി മണ്ഡപം. ഇവിടെ നിന്ന് നമ്മളിനി പുറത്തോട്ട് കിടക്കുകയാണ് ചെയ്യുന്നത്. ഈ വഴിയൊക്കെ എന്തായാലും ലാൻഡ്സ്കേപ്പ് ചെയ്ത് നല്ല ഭംഗിയാക്കി വെച്ചിട്ടുണ്ട്. ഈ ഒരു മുഖപ്പ് കഴിഞ്ഞ് നമ്മൾ പുറത്തേക്ക് നോക്കുമ്പോൾ കാണുന്ന ഈ ക്ലോക്ക് ടവർ ഏകദേശം 3000ഓളം വർഷം പഴക്കമുള്ളതാണ്. എന്തായാലും വളരെ ഭംഗിയുള്ള ഒരുപാട് നല്ല കാഴ്ചകൾ കണ്ടാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ അവസാനിപ്പിക്കുന്നത്. കൊട്ടാര സമുച്ചയത്തിന്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ നമ്മുടെ ചെരുപ്പ് അവിടെ പുറത്ത് വാങ്ങി വയ്ക്കും. അപ്പൊ നമ്മുടെ ചെരുപ്പൊക്കെ തിരിച്ചിട്ട് കൊട്ടാരത്തിൽ നിന്ന് ഇറങ്ങാണ്.